സ്നേഹമുള്ളവരെ, സ്നേഹകാലത്തിലെ 5-ാം ഞായറാഴ്ച തിരുവലിക്കായിട്ട് അണിഞ്ഞിരിക്കുന്ന നമ്മളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും നമ്മെ തന്നെയും ദൈവത്തിൻ്റെ മനസ്സിൽ സമർപ്പിക്കാം. ഇന്നത്തെ തിരുവലി ഒരു താങ്ക്സ് ഗിവിംഗ് മാസമായിട്ട് നമ്മളുടെ ഇടപാംഗമായ ശ്രീ വിനോദ് ജോസഫ് ആൻഡ് ഫാമിലി സമർപ്പിക്കുന്നതാണ്. ഇന്ന് വിനോദിൻ്റെ പേരൻസിൻ്റെ 50-ാം വിവാഹ വാർഷിക ദിനമാണ്. അതുപോലെ തന്നെ വിനോദിൻ്റെ സഹോദരി ബിന്ദുവിൻ്റെ 22-ാം വിവാഹ വാർഷിക ദിനം കൂടിയാണ്. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വിനോദിൻ്റെ പേരൻസിനും വിനോദിൻ്റെ സിസ്റ്ററിനും എല്ലാ വിഭവങ്ങളുടെ പേരിൽ നമുക്ക് മംഗളങ്ങൾ ആശംസിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ നിന്നും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികളെയും ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും നമുക്ക് ഇന്നത്തെ ദിനത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങയുടെ
കരുണണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരിച്ചവയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, നിശ്ചയമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ും
ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കടം കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ നസ്രയുടെ നിയമാവതന പുസ്തകത്തിൽ നിന്നുള്ള വായന. നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിനുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴികാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു. കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു. അവിടുന്ന് ശപഥം ചെയ്ത് പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിൽ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല. യഹോവ അത് കാണും. അവന്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവന്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും. എന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. നൂനിന്റെ പുത്രനും നിന്റെ സഹായകരമായ ജോഷുവ അവിടെ പ്രവേശിക്കും. അവന് നീ ഉത്തേജനം നൽകുക. എന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്റെ മേൽ അവകാശം നേടും. എന്നാൽ ശത്രുക്കൾ ഇരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. അവർക്ക് ഞാനത് നൽകും. അവരത് സ്വന്തമാക്കുകയും ചെയ്യും. നിങ്ങൾ അവരുടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുവിൻ. നിങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു മലപ്രദേശത്തേക്ക് കയറി പോകുന്നത് എളുപ്പമാണ് എന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവരോട് പറയുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, യുദ്ധം ചെയ്യുകയും അരുത്. എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലപ്രദേശത്തേക്ക് നിങ്ങൾ കയറിപ്പോയി. ആ മലയിൽ താമസിക്കുന്ന അമോര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ചക്കൂട്ടം പോലെ സെയറിൽ ഹോർമ വരെ നിങ്ങൾ പിന്തുടർന്ന ശേഷം നിശേഷം തോൽപ്പിച്ചു. നിങ്ങൾ തിരിച്ചു വന്ന കർത്താവിന് മുന്നിൽ വിലപിച്ചു. എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല. അതിനാലാണ് നിങ്ങൾക്ക് കാദേശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ് ലീഹ കൊരിന്ത്യർസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. സ്നേഹം പിന്തുടരുവിൻ. ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചിക്കുന്നതിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, പ്രത്യേക ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആരും അവനെ ഗ്രഹിക്കുന്നില്ല, കാരണം അവൻ ആത്മാവിൽ രഹസ്യങ്ങൾ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവൻ മനുഷ്യരുടെ വളർച്ചയ്ക്കും സമാശ്വാസത്തിനും പ്രോത്സാഹത്തിനുമായി സംസാരിക്കുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ തന്നെ പടുത്തുയർത്തുന്നു. എന്നാൽ പ്രവചിക്കുന്നവനാകട്ടെ സഭയെ പടുത്തുയർത്തുന്നു. നിങ്ങളെല്ലാവരും ഭാഷാവർഗത്തിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലുപരിയായി നിങ്ങൾ പ്രവചിക്കണമെന്നും. എന്നാൽ സഭയ്ക്ക് വളർച്ച ലഭിക്കത്തക്ക രീതിയിൽ ഒരുവൻ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ ഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠൻ. ഇപ്പോൾ സഹോദരരെ, അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ അറിവോ പ്രവചനമോ പ്രബോധനമോ നൽകാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് വരുത്തുന്നത്? കുഴൽ, കിന്നരം തുടങ്ങിയ അചേതനങ്ങളായ ഉപകരണങ്ങൾ ശ്രുതിഭേദം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അവ കുഴലാണോ കിന്നരമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? കാഹളം ഉയർത്തുന്ന ശബ്ദം അസ്പഷ്ടമെങ്കിൽ ആര് യുദ്ധത്തിന് തയ്യാറാകും? അതുപോലെയാണ് നിങ്ങളുടെ കാര്യവും. അന്യഭാഷയിൽ അവ്യക്തമായി സംസാരിച്ചാൽ പറയപ്പെട്ട കാര്യം ആർക്ക് മനസ്സിലാകും? കാരണം നിങ്ങൾ വായുവിനോടായിരിക്കും സംസാരിക്കുക. ലോകത്ത് എത്ര തരം ഭാഷകളുണ്ട്, അവയൊന്നും നിരർത്ഥകമല്ല. ഭാഷയിൽ
ഭാഷയുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് സംസാരിക്കുന്നവന് ഞാൻ പരദേശിയായിരിക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ അവൻ എനിക്കും പരദേശിയാണ്. നിങ്ങളും അങ്ങനെ തന്നെ. ആത്മീയ വരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശുഷ്കാന്തി ഉള്ളതുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വരങ്ങൾക്കായി ഉത്സാഹിക്കുക. അധ്യായം 12 തിരുവചനങ്ങൾ 22 മുതൽ 44 വരെ. വീണ്ടും ഈശോ തന്റെ ശിഷ്യരോട് അരുൾ ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയോ കളപ്പുരയോ നിറയ്ക്കുന്നില്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠാകുലരാകുന്നത് കൊണ്ട് ആയുസ് ഒരു വിനാഴിക കൂടി നീട്ടുവാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? നിസ്സാരമായ ഇതുപോലും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ഉത്കണ്ഠാകുലരാകുന്നതെന്തിന്? ലില്ലികളെ നോക്കുവിൻ, എങ്ങനെ അവ വളരുന്നു. അവ അധ്വാനിക്കുകയോ നോക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്ത് തിന്നുന്നുവെന്നോ എന്ത് കുടിക്കുന്നുവെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാകുകയും വേണ്ട. ലോകത്തിന്റെ ജനതകളാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവ ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവേൻ, ഇവയെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് ധർമ്മം കൊടുക്കുവിൻ. കീറിപ്പോകാത്ത പണസഞ്ചികൾ ഉണ്ടാക്കുവിൻ, സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപവും. അവിടെ കള്ളനെടുക്കുകയോ ചിതലെടുക്കുകയോ ഇല്ല. കാരണം നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഏറ്റവും സ്നേഹമുള്ളവരെ, സ്ലീഹകാലത്തിലെ 5-ാം ഞായറാഴ്ച
നമുക്കായിട്ട് ചിന്തനത്തിന് തന്നിരിക്കുന്ന പാഠം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു പാഠഭാഗമാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ദൈവപരിപാലനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ടും യേശുനാഥൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ തൊട്ട് മുമ്പുള്ള ഭാഗത്ത് ഭോഷനായ ധനികനെ കുറിച്ചുള്ള ഉപമയാണ് യേശുനാഥൻ ജനങ്ങളെ പഠിപ്പിച്ചത്. നമുക്കറിയാം, ധനികനായ ആ ഭോഷന് വലിയ വിളവുണ്ടായപ്പോൾ വലിയ അറപ്പുരകളും നിലവറകളും പണിയുകയും ഇനിയും ഞാൻ അനേകം വർഷത്തേക്ക് അധ്വാനിക്കാതെ ജീവിതം ആസ്വദിക്കുവാനായിട്ട് തീരുമാനിക്കുന്ന ഒരു ധനികനായ ഭോഷൻ അന്ന് രാത്രിയിൽ അവന്റെ ജീവൻ അവനിൽ നിന്ന് എടുക്കപ്പെട്ടു. ഈ ഉപമയ്ക്ക് തൊട്ട് ശേഷമാണ് ഇന്നത്തെ പാഠഭാഗം വരുന്നത്. ആ ഉപമയിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കരുത്ത്, നമ്മുടെ സമ്പത്തോ, നമ്മുടെ ആരോഗ്യമോ, നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ ബലമോ, നമുക്കുള്ള ബാങ്ക് ബാലൻസ് ഒന്നുമല്ല. നമ്മുടെ കരുത്ത് നമ്മുടെ ദൈവത്തിൽ ഉള്ള ആ വിശ്വാസമാണ്, ആ ദൈവത്തിലുള്ള ആശ്രയമാണ്. ആ ദൈവത്തിനെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥമായ കരുത്ത് എന്നുള്ളത്. ഉത്കണ്ഠാകുലരാകണ്ട എന്നാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഉത്കണ്ഠാകുലരാകുവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. കൊറോണ വൈറസ് ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നമ്മളുടെ സമ്പാദ്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ ഉത്കണ്ഠ ഉണ്ടാകാം. ഉത്കണ്ഠാകുലരാകുവാനായിട്ട് ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമുക്കറിയാം, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഉത്കണ്ഠയാണ് നമ്മുടെ ഒരുവിധം ഒരു പ്രധാനപ്പെട്ട രോഗങ്ങളുടെ മുഖ്യ കാരണമെന്ന്. ആകുലരായിരിക്കുകയും ആകുലരായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും, എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ഒരു അന്ത്യമില്ല എന്ന് വ്യാകുലപ്പെട്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നു, ഒരുപാട് ജീവിതം വിഷമമുള്ളതാക്കി തീർക്കുന്നു. അപ്പോഴാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രാധാന്യം നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ആയപ്പെട്ടത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും ആയുസ് കൂട്ടുവാനോ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും, ഒരു മിനിറ്റ് പോലും എക്സ്ട്രാ നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കില്ലാതെ നമ്മൾ ആകുലപ്പെട്ടിട്ട് എന്ത് കാര്യം? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് വെച്ചാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മനോഭാവം. എന്ത് വന്നാലും എന്നെ കാത്തുകൊള്ളും, എനിക്കൊന്നും പേടിക്കേണ്ടതില്ല, എൻ്റെ അപ്പൻ കരുത്തുള്ളവനാണ്, ആ അപ്പന്റെ കൈകളിലാണ് ഞാൻ ഇന്ന് ഇരിക്കുക എന്ന് ആ കുഞ്ഞിന്റെ മനോധൈര്യം നമുക്കുണ്ടായാൽ നമ്മൾ യഥാർത്ഥ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരും. ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ ആശ്രയം. നമുക്കറിയാം, ഇന്നത്തെ ആദ്യത്തെ പാഠഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ അലഞ്ഞപ്പോൾ ദൈവം പറഞ്ഞിരുന്ന ആ വാഗ്ദാനമായിരുന്നു അവരുടെ ലക്ഷ്യം. പൊള്ളി തിളയ്ക്കുന്ന വെയിലിൽ കൂടി നടന്നപ്പോൾ മേഘം അവർക്ക് തണലായി നിന്നു. രാത്രിയിൽ ഇരുട്ടത്ത് തപ്പി നടന്നപ്പോൾ ദൈവം അഗ്നിസംഭവമായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്നു. അവർക്ക് വിശന്നപ്പോൾ അവർക്ക് മന്നായി കാടപ്പക്ഷി നൽകി. അപ്പോൾ അവരുടെ ലക്ഷ്യത്തെ മാത്രം മുന്നോട്ട് കണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഉത്കണ്ഠാകുലരായിരിക്കുമ്പോൾ ഒരുപക്ഷെ ലക്ഷ്യം നമ്മൾ മറന്നുപോകും. നമ്മുടെ അനുദിന ജീവിതത്തിലെ വഴികളെ കുറിച്ചും ആ കൺസേൺസിനെ കുറിച്ചുമായിരിക്കും നമ്മുടെ ചിന്ത. കാർഡിനൽ ന്യൂമാന്റെ പ്രശസ്തമായ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ, എനിക്ക് ഒന്നിനെ കുറിച്ചും വ്യാധിയില്ല, കാരണം എൻ്റെ വഴിയും എൻ്റെ ലക്ഷ്യവും നീ തന്നെയാണ്. എനിക്കുള്ളതെല്ലാം നിന്റെ നന്മയിൽ ഞാൻ ആശ്രയിക്കുന്നു. അതുകൊണ്ട് എനിക്കൊന്നിനെ കുറിച്ച് വഴിയില്ല എന്ന് പറയുന്നു. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിനെ കുറിച്ച് അല്പം ചിന്തനം ചെയ്തതിനു ശേഷം ഇന്നത്തെ ദിവസം നമ്മളുടെ പള്ളികളിൽ വായിക്കുവാനായിട്ട് നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് തന്ന ഇടയലേഖനത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കുകയാണ്.
ജൂലൈ 3 നമ്മുടെ സഭാദിനമാണ്. അതിനോടനുബന്ധിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിൽ സഭാ മക്കൾക്കായിട്ട് എഴുതിയിരിക്കുന്ന ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. ഈശോമിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മാർ തോമസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ ദിനമായ ജൂലൈ 3 ഒരിക്കൽ കൂടി സമാഗതമാകുന്നു. ഈ ദിവസം നാം സീറോ മലബാർ സഭാദിനമായി ആഘോഷിക്കുകയാണല്ലോ. ദുഃഖാന തോമസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ തിരുനാളാണ്. വിശ്വാസത്തിന്റെ കൈമാറ്റം വഴിയാണ് നാം മാർ തോമസ് ശ്ലീഹായോട് ബന്ധപ്പെട്ടിരിക്കുന്നതും അദ്ദേഹത്തെ നമ്മുടെ പിതാവായി മഹത്വപ്പെടുത്തുന്നതും. ബുദ്ധിതനായ ഈശോയെ തിരുവിലാവ് ദർശിച്ച തോമസ് ശ്ലീഹായുടെ "എന്റെ കർത്താവേ, എന്റെ ദൈവമേ" എന്ന ഉദീരണം സുവിശേഷങ്ങളിൽ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമായി നിലകൊള്ളുന്നു. കർത്താവേ, ദൈവമേ എന്ന 2 വിളികളും ഈശോയുടെ ദൈവത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യനായി ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ ദൈവമാണ് എന്ന പ്രഖ്യാപനമാണ് തോമസ് ശ്ലീഹ നടത്തിയത്. കൊറോണ കാലം പല ജീവിത നവീകരണ സാധ്യതകളും നമുക്ക് തുറന്നു നൽകിയിട്ടുണ്ട്. അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് നമ്മളോട് ഈ അവസരത്തിൽ ജീവിത ലാളിത്യം അഭ്യസിക്കുവാനും ചെലവ് ചുരുക്കുവാനും ധൂർത്തും ആർഭാടവും കൈവടിയുവാനും നിർബന്ധിത പണപ്പിരിവുകൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുവാനും ആഘോഷങ്ങളും മറ്റും വളരെ ലളിതമാക്കുവാനും നമ്മളോട് ബോധിപ്പിക്കുകയാണ്. കൊറോണ കാലത്തെ ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അഭിമന്യ കർദിനാൾ തിരുമേനി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്നും മാസ്ക് ധരിക്കണമെന്നും അതുപോലെ തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്ന നിയന്ത്രണങ്ങൾ നമ്മൾ സ്വയമേ ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കുമായിട്ട് ഈ നിയമങ്ങൾ പാലിക്കണമെന്ന് കർദിനാൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആധ്യാത്മികതയുടെ പുതിയ മാനദണ്ഡങ്ങൾ നമ്മൾ ആധ്യാത്മിക വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയ സമീപനങ്ങളെയും പ്രവർത്തനങ്ങളെയും ഉപേക്ഷിച്ച് സംശുദ്ധമായ ക്രൈസ്തവ സാക്ഷ്യം നൽകുവാൻ കോവിഡ് കാലത്തിന്റെ അനുഭവം നമ്മെ കൂടുതൽ പ്രേരിപ്പിക്കണം. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് അഭിമന്യ കർദിനാൾ പറയുന്നത് നമ്മൾ ലഹരി മരുന്നുകളുടെ ഉപയോഗം, നമ്മൾ അക്രമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരോടുള്ള സ്വകാര്യതയ്ക്കുള്ള കടന്നുകയറ്റം, ഇതരർക്ക് അപകീർത്തി വരുന്ന പ്രവണതകൾ, ലൈംഗിക അരാജകത്വം എന്നിങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ വംശീയ വിവേചനം, റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരായിട്ടും കർദിനാൾ നമ്മളോട് സംസാരിക്കുകയാണ്. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വംശീയ വിവേചനം നമ്മുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. യഹൂദരെയും ഗ്രീക്കുകാരെയും സമറിയക്കാരെയും എല്ലാം ദേശീയ വംശീയ വ്യത്യാസങ്ങളൊന്നും കൂടാതെ ദൈവപിതാവിന്റെ മക്കളെന്ന നിലയിൽ സഹോദരി സഹോദരന്മാരായി കണ്ടാണ് ഈശോ ജീവിച്ചതും പ്രസംഗിച്ചതും പഠിപ്പിച്ചതും. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ഈശോ മിശിഹായിൽ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്ന വ്യത്യാസമില്ല. അതിനാൽ വംശീയ വിവേചനത്തിന്റെ ചിന്തകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അതുപോലെ തന്നെ ആധ്യാത്മികതയുടെ പുതിയ മാനദണ്ഡങ്ങളായിട്ട് നമ്മൾ അധ്വാനിക്കുന്നവരും കൃഷി ചെയ്യുന്നവരുമായി ജീവിക്കുവാനായിട്ട് നമ്മുടെ കർദിനാൾ തിരുമേനി നമ്മളോട് ആഹ്വാനിക്കുകയാണ്. കർദിനാളിന്റെ ഈ കത്ത് എല്ലാവർക്കും ഇമെയിൽ വഴിയായിട്ട് വികാരിച്ചിൽ ചേർന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുവാൻ തീർച്ചയായിട്ടും കടപ്പെട്ടവരാണ്. നമ്മൾ നമ്മുടെ വിളിക്കനുസരിച്ച് യഥാർത്ഥ ക്രൈസ്തവനായിട്ടും മറ്റുള്ളവരെ ഉയർത്തുന്ന വ്യക്തികളായിട്ടും എല്ലാവരെയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളായിട്ട് വളരുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്നും പരിശുദ്ധാത്മാവേ നിലവരണമെന്ന് പ്രാർത്ഥിക്കാം. നാളെ നാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവേ ലോകമെന്നും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. സ്ത്രീകന്മാരെ സമൃദ്ധാക്കി പരിശുദ്ധാത്മാവേ ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ
ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവ് മേൽപ്പിക്ഷമായ മാർ ജേക്കബ് മെത്രാനെയും മാർ ജോയ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾ പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായി ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കുവാൻ കൃപയുണ്ടാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയും ഉദ്ഘോഷിച്ച സങ്കീർത്തകരോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ ആശ്രയിക്കുവാനും അനുതാപത്തോടും പ്രായശ്ചിത്തത്തോടും കൂടി മാനസാന്തര വഴികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്നും കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകിയ സുശേഷം ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾ കൈകായി തലപിടിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ വിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന വിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് വിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിൽക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ ചെയ്തവൾ ഭക്തിയോട് ശ്രദ്ധയോടുകൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Please,
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂട് രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും, സകരായ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ നിന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തിരിഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹിതങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും എല്ലാവരോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യം നിന്നോട് അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനത്തോടുകൂടെ.
തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധന പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസിയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്ന് ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമർപ്പിക്കുകയും സുന്ദരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും മാർ ജോയ് മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതമായ പ്രേക്ഷകർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ മുഴുവൻ വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും രക്തസാക്ഷികളുടെയും മന്ദരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രകൃതിജനകമായി സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാലത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ ഗണിയാമൃത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവനിയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപരകന്മാർ, മിത്രന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും ഇഷ്ടമാമതിശയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ ജ്ഞാനത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇവരും ബലഹീനരും ക്ലേശിതരും ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും മരണജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ
മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധയാത്രയും പ്രാർത്ഥിക്കുകയും സമാധാനമോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിറയട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ കൽപ്പനയുള്ളവരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പരിവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരായ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതികീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, കാലത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിയായതിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയാലും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗഹാർദ്ദത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. വെളിപ്പോടുകൂടെ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളെ ഒരുക്കും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയരും പ്രസന്നവദനരും
സകലകരമായി ആചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഉയർന്ന വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. Let's all recite together. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done, on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. For thine is the kingdom, the power, and the glory, forever and ever. Amen. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിസ്തയത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളുടെ കൃപാവരം അവിടുത്തെ കാര്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി സഹോദരരുടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. Let's recite together the spiritual communion prayer. My Jesus, I believe that you are present in the most blessed sacrament. I love you above all things, and I desire to receive you into my soul. Since I cannot now receive you sacramentally, come at least spiritually into my heart. I embrace you as if you are already there, and unite myself wholly to you. Never permit me to be separated from you. Amen.
പകർത്താൻ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനം നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ ക്രിസ്തുവിന്റെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം പ്രതിജ്ഞ അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അന്നദാനത്തിന് നിനക്ക് ഞങ്ങൾ പ്രതിജ്ഞ അർപ്പിക്കുന്നു. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും. Mudridera
അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായിരിക്കണമേ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരെ ആനന്ദവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിലുമായി ഭവിക്കട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദ്യവിദ്യാർത്ഥികളെയും വിശുദ്ധീകരിക്കണമേ. വൈദികരായ പറയുമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോർജിനെയും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. Prayer for the diocese, page 324. Father, Son and Holy Spirit, the most blessed Trinity, we adore you, praise you, and glorify you. Thank you, Lord, for your everlasting providence. Grant us forgiveness for all our sins. Lord God, fill us with your grace and lead us through your Holy Spirit. Eternal priest and good shepherd, we thank you for your gracious gift of the St. Thomas Roman Diocese in North America and for its bishops. Lord of mercy, guide and protect our bishops, priests, religious and laity. Fill them with your gifts to work in accordance with your holy will. Lord God, bless all our families and benefactors to know in deep faith, fervent hope, ardent love, and Christian unity. Lord of harvest, please call in people from our families to minister to your church. Lord, help us to fulfill your will, follow the example and the illustration of the Blessed Mother, Saint Thomas the Apostle, Saint Kyriakos the Abraham, Saint Alfonso, Saint Theresia, Saint Maria Teresa, Blessed Dominican, and finally, enable us to join in your glory, Lord of all, forever. Amen. എല്ലാവരും ദയവായിട്ട് ഇരിക്കുക. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച എല്ലാവർക്കും ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്ന് സഹായിച്ച ബെനോ, കെലവൈസീല, മനീഷ്, പാട്ടുപാടിയ തോമസ്, ഗിരി, അൻമോള്, എല്ലാവർക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. അടുത്ത വെള്ളിയാഴ്ച ജൂലൈ 3-ാം തീയതി നമ്മളുടെ സഭാപിതാവായ മാർ തോമസ് ലേഹായുടെ തിരുനാൾ ദിവസമാണ്. അന്ന് കടമുള്ള ദിവസമാണ്. വൈകുന്നേരം 7:30 വിശുദ്ധ കുർബാനയും ലഭിക്കുന്നുണ്ടായിരിക്കും. കഴിയുന്നിടത്തോളം ആൾക്കാർ അതിൽ സംബന്ധിക്കണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ മാസം ജന്മദിനം ആഘോഷിച്ചവരെയും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നവരെയും നമ്മൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ ബലിയിൽ അനുസ്മരിച്ചു. നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. All those who celebrated birthday this month, please come forward. We have a small prayer and blessing. ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരും. കാരുണ്യവാനായ ദൈവമേ, നീയാണല്ലോ സകലത്തിന്റെയും സൃഷ്ടാവും പരിപാലകനും. നിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ നിന്നോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. അനന്ത നന്മയായ ദൈവമേ, നീ ഞങ്ങൾക്ക് ജന്മം നൽകി വളർത്തി പരിപാലിച്ചുകൊണ്ട് പോകുന്നതിൽ ഞങ്ങൾ നിന്നോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരുകയില്ല. നിന്റെ തിരഹിതം നിറവേറ്റുന്നതിനും നിന്നെ അനുദിനം പാടിസ്തുതിക്കുന്നതിനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. ഈ മാസം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും സമൃദ്ധമായ ദാനങ്ങൾ നൽകി നീ കൃപയോടെ കടാക്ഷിക്കണമേ. ആയുരാരോഗ്യങ്ങളും ദീർഘായുസ് നൽകി നിന്നെ സ്തുതിക്കുവാൻ ഇവർക്ക് നിന്റെ വലതുകരം നീട്ടി അനുഗ്രഹം നൽകണമേ. ഇവർ മുഖാന്തരം ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാകുവാൻ നീ അനുവദിക്കണമേ. ഉത്തമമായ ക്രൈസ്തവ ജീവിതം നയിച്ച് നിനക്ക് സാക്ഷിയായി തീർന്ന് അവസാനം സ്വർഗരാജ്യത്തിൽ ഒരുമിച്ച് നിന്നെ പാടി സ്തുതിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. Amen. Similarly, we congratulate all those who are celebrating their wedding anniversary this month. വിവാഹം വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികളെയും മുന്നോട്ട് ക്ഷണിക്കുകയാണ്. We have a small prayer and blessing for you. Please come forward. കൃപാസമ്പന്നനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹം എന്ന ഉദാശ സ്വീകരിച്ച്
കുടുംബജീവിതം നയിക്കുമെന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ബന്ധിതരായ പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുവാൻ നീ ഇവരെ അനുവദിച്ചുവല്ലോ. ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നീ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം ചിന്തിക്കുവാനും നന്മ മാത്രം പ്രവർത്തിക്കുവാനും നല്ലത് ചെയ്യുവാനും ഇവർക്ക് സഹായം നൽകണമേ. അസ്വസ്ഥിലെ തിരുകുടുംബത്തിൽ നിറഞ്ഞു നിന്ന ഒരുമയുടെ ഓളവും സ്നേഹത്തിന്റെ താളവും സഹകരണത്തിന്റെ ചാരിതയും ഇവരുടെ ജീവിതത്തിലുണ്ടാകുവാൻ കൃപ ചെയ്യണമേ. മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും അവരുടെ വാർദ്ധക്യത്തിൽ പ്രത്യേക ശ്രദ്ധയോടെ പരിചരിക്കുന്നതിന് മുന്നോട്ട് നിൽക്കുവാനും ഇവരെ സഹായിക്കണമേ. ബുദ്ധിയും ധൃതിയും സർവോപരി ദൈവഭയമുള്ള